വിഗോസ്കി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒന്നാമത്തേത് സമീപസ്ഥ വികാസ മണ്ഡലം, രണ്ടാമത്തേത് സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം, മൂന്നാമത്തേത് സംഘപഠനം, നാലാമത്തേത് അതീത ചിന്ത. ഏതാണ് വിഗോസ്കി മുൻപോട്ട് വെച്ച ആശയങ്ങളില്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി, അതീത ചിന്ത അല്ലേ? അതീത ചിന്ത ഇപ്പം ആരുടെ ആയിരിക്കും? അതീത ചിന്ത ആരുടെ ആയിരിക്കും അപ്പം? അതീത ചിന്ത ആരുടെ അപ്പം? പഠിച്ചതാ അതീത ചിന്ത. മെറ്റാ കോൺജുഗേഷൻ എന്ന് പറയും. ആരുടെയാണ് മെറ്റാ കോൺജുഗേഷൻ? ആരുടെ വാക്കാണ് മെറ്റാ കോൺജുഗേഷൻ എന്ന് പറഞ്ഞ വാക്ക്? ആര് മുമ്പോട്ട് വെച്ചതാ? മെറ്റാ കോൺജുഗേഷൻ? ജോൺ എച്ച് ഫ്ലേവൽ. കേട്ടോ, മറന്നു പോവല്ലേ. ജോൺ എച്ച് ഫ്ലേവലാണ് അതീത ചിന്ത എന്ന് പറഞ്ഞ ആശയം മുൻപോട്ട് വെച്ചത്. കേട്ടോ, ഓക്കെ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏതാണ്? വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏതാണ്? ഒന്നാമത്തേത് ആരോഗ്യമില്ലാത്ത ശരീരം, രണ്ടാമത്തേത് അമിത പോഷകാഹാരം, മൂന്നാമത്തേത് അഭിപ്രേരണാരാഹിത്യം, നാലാമത്തേത് ഭയം. ആരോഗ്യമില്ലാത്ത ശരീരം, അമിത പോഷകാഹാരം, അഭിപ്രേരണാരാഹിത്യം, പിന്നെ ഉള്ളത് ഭയം. ഇതിലേതാണ് വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത്? ഏതാണ്? കറക്റ്റാണ്, അമിത പോഷകാഹാരം. കേട്ടോ, അതായത് ഓർത്തിരിക്കണം, വിളംബിത ചാലക വികാസം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം, നമ്മൾ ഓരോ കുട്ടിയും ഇന്ന പ്രായത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സമൂഹം പറയും സംതിങ് ഹാപ്പൻ ടു ദിസ് ചൈൽഡ്. ഈ കുഴപ്പത്തിന് വെച്ചിട്ട് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ സമൂഹം വെച്ചുപെടുന്നതിലെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ, അങ്ങനെ വളർന്നു വരാൻ സാധിക്കാതെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് വിളംബിത ചാലക വികാസമുള്ള കുട്ടി എന്ന് നമ്മൾ പറയുന്നത്. കേട്ടോ, ഓർത്തിരിക്കണം. അതിന് അമിത പോഷകാഹാരം, അതായത് എക്സസ് ന്യൂട്രീഷൻ ഫുഡ് ഒരിക്കലും ഒരു കാരണമല്ല. കേട്ടോ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആത്മബോധം, ആദർശാത്മക അഹം, യാഥാശാസ്ത്രിക അഹം എന്നീ ആശയങ്ങൾ മുമ്പോട്ട് വെച്ചത് ആരാണ്? വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട് ആത്മബോധം, ആദർശാത്മക അഹം, അതുപോലെ യാഥാശാസ്ത്രിക അഹം എന്നിവ മുന്നോട്ട് വെച്ചത് ആരാണ്? കാൾ റോജേഴ്സ് ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, വില്യം വുണ്ടാണോ, എറിക് ചെർസൺ ആണോ? ആരാണ്? ആരാ ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് കൊണ്ടുവന്നത്? ആരാണ്? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത്. ആരാണ്? നമ്മുടെ കാൾ റോജേഴ്സ് ആണ്. കേട്ടോ, ഓർത്തിരിക്കണം. ഒരു വ്യക്തി എന്താണ് നമുക്ക് പഠിച്ചിരുന്നല്ലേ, ആദർശാത്മിക അതുപോലെ തന്നെ യാഥാസ്ഥിതിക. ആരാണ്, അതായത് ഒരു വ്യക്തി ആരാകാൻ ആഗ്രഹിക്കുന്നുവോ അതിന് പറഞ്ഞ പേരാണ് യാഥാശാസ്ത്രികാഹം അല്ലേ. ഇനിയും അതേപോലെ തന്നെ ഒരു വ്യക്തി ആരാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു കാൾ റോജേഴ്സിനെ. അദ്ദേഹം ഒരു മാനവികതാവാദി കൂടിയാണ്. കേട്ടോ, മാനവികതാവാദി കൂടിയാണ് നമ്മുടെ കാൾ റോജേഴ്സ്. ഇനി സിഗ്മണ്ട് ഫ്രോയിഡാണ് നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. കേട്ടോ, ഓർത്തിരിക്കണം. ഈഗോ, സൂപ്പർ ഈഗോ ഇതെല്ലാം കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. വില്യം വുണ്ടാണെങ്കിൽ നമ്മുടെ പരീക്ഷണ രീതിയും ആത്മനിഷ്ഠാ രീതിയൊക്കെ മുമ്പോട്ട് കൊണ്ടുവരുന്ന മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. പിന്നെയുള്ളത് എറിക് ചെർസൺ. നമുക്കറിയാലോ, മനോസാമൂഹിക സിദ്ധാന്തം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആവശ്യങ്ങളുടെ ശ്രേണി അല്ലേ, മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണിയൊക്കെ മുമ്പോട്ട് വെച്ച വ്യക്തിയാണ് എറിക് ചെർസൺ. കേട്ടോ, ഇത് 4 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. 4 പേരുടെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം സൂചിപ്പിക്കുന്നത് എന്ത്? ഞാൻ വരച്ച് കാണിച്ചു തരാം. ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം, സ്ക്രീൻ കാണത്തില്ല അല്ലേ, ഒരു മിനിറ്റ്. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം സൂചിപ്പിക്കുന്നത് എന്ത്? ലേണിംഗ് കർവ്. കേട്ടോ, സ്ക്രീൻ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഇതാണ് തന്നിരിക്കുന്ന വക്രം. കേട്ടോ, ഇതാണ് തന്നിരിക്കുന്ന വക്രം. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഒന്നാമത്തേത്, ഇവിടെ സമയമുണ്ട്, ഇവിടെ പഠനത്തിൻ്റെ തോതുണ്ട്. പഠനത്തിൻ്റെ തോത്, ഇവിടെ പഠനത്തിൻ്റെ തോതുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ഒന്നാമത്തേത് പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണോ? രണ്ടാമത്തേത് പഠന പുരോഗതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണോ? മൂന്നാമത്തേത് പഠന പുരോഗതി സ്ഥിരമാണ് എന്നതാണോ? നാലാമത്തേത്
പഠന പുരോഗതി ആദ്യം കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുന്നു എന്നതാണോ? ഇതിലേതാണ് ഈ പറഞ്ഞ ലേണിംഗ് കർവ് സൂചിപ്പിക്കുന്നത്? പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണോ? പഠന പുരോഗതി തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണോ? പഠന പുരോഗതി സ്ഥിരമാണ് എന്നതാണോ? അടുത്തത് പഠന പുരോഗതി ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു എന്നതാണോ? ഇതിലേതാണ് ഇത് പറയുന്നത്? പറഞ്ഞോ, ഏതാണ് ഓപ്ഷൻ വരേണ്ടത്? ABCDക്കകത്തെ ചുമ്മാ ഈ ഗ്രാഫ് നോക്കി, നമ്മൾ ഫിസിക്സിന് അത് പഠിച്ച ഒരു ഗ്രാഫ് അല്ലേ? അതായത് നേരെ തന്നെ നോക്കി ഇവിടും തുടങ്ങിയാൽ അത് എപ്പോഴും മുമ്പോട്ട് അല്ലേ, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരിക്കലും അത് പുറകോട്ട് അടിക്കുന്നില്ല. അപ്പോൾ എന്താണ്? പഠന പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ, അതാണ് ഇവിടെ വരേണ്ടത്. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പഠന പുരോഗതി തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ പോയിന്റിൽ നിന്നും നമ്മൾ 0 ആക്സിസ് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു അല്ലേ, ഈ ഒരു പോയിന്റിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടോ ഹൈലി എപ്പോഴും എന്താണ് ഹൈലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടോ സമയത്തിനനുസരിച്ച് പഠനത്തിൻ്റെ തോതും കണ്ടോ, ഇവിടെ നോക്കുവാണെങ്കിൽ പഠനത്തിൻ്റെ തോത് കൂടുതലുണ്ട്. കുറച്ചുകൂടി കയറി നോക്കുകയാണെങ്കിൽ വീണ്ടും സമയത്തിനനുസരിച്ച് കൂടുതലുണ്ട്. വീണ്ടും കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ കണ്ടോ പഠനത്തിൻ്റെ തോത് സമയം പോകുന്നതനുസരിച്ച് കൊച്ചു പഠിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഒരിക്കലും കൊച്ച് പുറകേക്ക് വരുന്നില്ല, എപ്പോഴും കൊച്ച് മുമ്പോട്ട് മാത്രമാണ്. അപ്പോൾ എന്താണ് ഇവിടെ വരേണ്ടത്? പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നെന്നാണ് ഇവിടുന്ന് കറക്റ്റായിട്ട് വരേണ്ടത് കേട്ടോ. ഇവിടുന്ന് ചോദ്യങ്ങൾ ഈ ഒന്നരവട്ട കാര്യങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ, വിട്ട് കളയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിത്വത്തിന് ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക പഠന സങ്കല്പം എന്നിവ മുമ്പോട്ട് വെച്ചത് ആരാണ്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, അതുപോലെ തന്നെ വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നിവ മുൻപോട്ട് വെച്ചത് ആരാണ്? സവിശേഷക സമീപനത്തിലാണോ, മനോവിശ്ലേഷണ സമീപനത്തിലാണോ, ഗസ്റ്റാൾട്ട് സമീപനത്തിലാണോ, മാനവികത സമീപനത്തിലാണോ ഈ കാര്യം പറയുന്നത്? ഏതിലാണ്? മനോവിശ്ലേഷണം കേട്ടോ, ഓർത്തിരിക്കണം. മനോവിശ്ലേഷണ സമീപനത്തിലാണ് എന്ത് പറയുന്നത്? നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, അതുപോലെ തന്നെ വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ ഘട്ടങ്ങളൊക്കെ മുൻപോട്ട് വെക്കുന്നത് കേട്ടോ, ഓർത്തിരിക്കണം, മറന്നു പോകരുത്. സിഗ്മണ്ട് ഫ്രോയിഡാണ് അതിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ളത്. സിഗ്മണ്ട് ഫ്രോയിഡാണ് ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ സവിശേഷ സമീപനമാണെങ്കിൽ അതാരാ കൊണ്ട്? സവിശേഷക സമീപനം ആരുടെയാണ്? ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയുടെ തന്നെയാണ് സവിശേഷക സമീപനം. ആരുടെയാണ് സവിശേഷക സമീപനം? ആരുടെയാണ് സവിശേഷക സമീപനം? ട്രൈറ്റ് അപ്രോച്ചും കാർഡിനേറ്റ് അപ്രോച്ചും നമ്മൾ പഠിച്ചില്ലായിരുന്നു. മുഖ്യം, ദ്വിതീയം, തൃതീയം എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന ആൾ അതാരാ? വ്യക്തിത്വത്തിന് ഒരു കറക്റ്റായിട്ടുള്ള ഡെഫിനേഷൻ കൊണ്ടുവന്ന വ്യക്തിയാണ്. ആരാ? GW ആൽപോർട്ട് കേട്ടോ, GW ആൽപോർട്ട്, ഗോൾഡൻ വില്യാർഡ് ആൽപോർട്ടിൻ്റെയാണ് സവിശേഷക സമീപനം പറയുന്നത്. പിന്നെ ഉള്ളത് ഗസ്റ്റാൾട്ട് സമീപനം, നമുക്കറിയാലോ, കോഹ്ലർ മാക്സ് വെർത്തീമറുടെയാണ് ഗസ്റ്റാൾട്ട് സമീപനം അഥവാ ഉൾക്കാഴ്ച സമീപനം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മാനവികത സമീപനം, നമ്മൾ മുമ്പേ പറഞ്ഞ കാൾ റോജേഴ്സിൻ്റെയാണ് മാനവികത സമീപനം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രക്ഷേപണ രീതി ഏത്? ചുവടെ നൽകിയിരിക്കുന്നതിൽ പ്രക്ഷേപണ രീതി ഏത്? ഒന്നാമത്തേത് വാക്യപൂർണ്ണ പരീക്ഷ, രണ്ടാമത്തേത് സോഷ്യോഗ്രാം, മൂന്നാമത്തെ ചെക്ക് ലിസ്റ്റ്, നാലാമത്തെ ചോദ്യാവലി. ഇതിലേതാണ് പ്രക്ഷേപണ രീതി? ഏതാണ്? വാക്യപൂർണ്ണ പരീക്ഷയാണോ, സോഷ്യോഗ്രാം ആണോ, ചെക്ക് ലിസ്റ്റ് ആണോ, ചോദ്യാവലിയാണോ? പ്രക്ഷേപണ സമീപനം അല്ലെങ്കിൽ പ്രക്ഷേപണ രീതിയായിട്ട് അറിയപ്പെടുന്നത്. കറക്റ്റാണ്, വാക്യപൂർണ്ണ പരീക്ഷയാണ് ഉത്തരം വരേണ്ടത് കേട്ടോ. സെൻറ്റൻസ് കോംപ്ലീറ്റ് ടെസ്റ്റ് എന്ന് പറയും കേട്ടോ. പ്രക്ഷേപണ രീതികളിനകത്തും ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം. ഏതാണ് നമ്മുടെ പ്രക്ഷേപണ രീതി? വാക്യപൂർണ്ണ പരീക്ഷ, അതുപോലെ തന്നെ റോഷേ മഷിക പരീക്ഷ, ചിൽഡ്രൻസ് അപ്പർട്ടിഷൻ ടെസ്റ്റ്, പരിസരജ പരീക്ഷ, ഇതെല്ലാം നമ്മുടെ പ്രക്ഷേപണ രീതികൾ കണ്ടുപിടിക്കുന്ന എന്താണ് മെത്തേഡുകളാണ് കേട്ടോ. ബാക്കി സോഷ്യോഗ്രാമും ചെക്ക് ലിസ്റ്റും ചോദ്യവലിയും എല്ലാം നമ്മുടെ എന്താണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധിക രീതിക്കകത്ത് വരുന്ന മറ്റ് കോൺസെപ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ നോട്ട് ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരുന്നതിനുള്ള അസൈൻമെൻറ്റിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു. ഇവിടെ ടീച്ചർ സ്വീകരിച്ച മാർഗം ഏതാണ്? ധനപ്രബലനമാണോ, ഋണപ്രബലനമാണോ, പ്രോത്സാഹനമാണോ, ബഹുമതിയാണോ? ഏതാണ്? കറക്റ്റാണ് കേട്ടോ, ഋണപ്രബലനം അല്ലേ. ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് നെഗറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു കൂട്ടർ നിൽക്കുമ്പോൾ നെഗറ്റീവായിട്ടൊരു കൂട്ടരും അവിടെ തന്നെ കാണുവാനായിട്ട് സാധിക്കും. രണ്ട് കൂട്ടരും ഇവിടെ പോസിറ്റീവ് അല്ല എന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 പ്രകാരം എത്ര വൈകല്യങ്ങൾ ലിസ്റ്റിലുണ്ട്?
2016 പ്രകാരം എത്ര വൈകല്യങ്ങൾ ലിസ്റ്റിലുണ്ട്? 7, 21, 14, 20. എത്ര എണ്ണമാണ് ലിസ്റ്റിലുള്ളത്? 21 കേട്ടോ. നമുക്കറിയാം 1995 7 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് PW ആക്ട്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിലാണ് വന്നത്. അതിനുശേഷം 2016 RPW ആക്ട് വന്നില്ല, അതായത് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. അതിൻ്റെ അകത്ത് 14 കൂടി ആഡാക്കി ആകെ 2016 14, 1995 7 കൂടി കൂട്ടി 14 7 21 എണ്ണമാണ് ഇപ്പം നിലവിലുള്ളത് കേട്ടോ. അത് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകും. ഇത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദക പ്രതികരണ ബന്ധം ദൃഢമാകും. ഇത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സന്നദ്ധതാ നിയമമാണോ, ഫല നിയമമാണോ, അഭ്യാസ നിയമമാണോ, പരിപൂർത്തി നിയമമാണോ? ഏതാണ്? ഒരു പ്രക്രിയ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിച്ചാൽ അതിൻ്റെ ചോദക പ്രതികരണ ബന്ധം ദൃഢമാകും. ഏതാണ്? അഭ്യാസ നിയമം കേട്ടോ. കറക്റ്റാണ് പറഞ്ഞത്. ലോ ഓഫ് എക്സസൈസ് ആണ് അവിടെ വരേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയാൽ കൊച്ചിൻ്റെ കാലിക വയസ്സ് എത്ര? 10 വയസ്സുള്ളൊരു കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയാൽ അയാളുടെ ബുദ്ധിമാനം എത്ര? 10 വയസ്സാണ് കുട്ടിക്ക്. 10 വയസ്സ് ഉള്ള കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയാൽ അദ്ദേഹത്തിൻ്റെ IQ എത്ര? മാനസിക വയസ്സ് 8 ആയാൽ IQ എത്ര? IQ ഈക്വൽ ടു വാട്ട്? എത്രയാണ്? 125 ആണോ, 100 ആണോ, 90 ആണോ, 80 ആണോ? കണ്ടുപിടിച്ചു. ഇവിടെ നിന്നൊരു ചോദ്യം എന്നാളും ചോദിക്കും കേട്ടോ, ഉറപ്പായിട്ട് ചോദിക്കും. എത്രയാണ്? 80 അല്ലേ? നമുക്കറിയാം IQ ഈക്വൽ ടു എന്താണ്? MA/CA × 100 അല്ലേ? നമുക്കറിയാം MA എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സ് തന്നിട്ടുണ്ട് 8. സോ 8 കാലിക വയസ്സ് എത്രയാണ്? 10 × 100 അല്ലേ? മുകളിലൊരു 0 താഴെ ഒരു 0 വെട്ടിക്കളഞ്ഞാൽ 10 × 8 80 കിട്ടും. സോ 80 ആണ് കൊച്ചിൻ്റെ IQ എന്ന് പറയുന്നത്. 80 ആയിട്ടുള്ള കൊച്ചിൻ്റെ IQ വരുമ്പോൾ ആ കൊച്ച് ഏത് ലെവലിൽ വരും? അതുകൂടി ആലോചിച്ച് നോക്കി. ഏത് ലെവലിലായിരിക്കും കൊച്ചു വരുന്നത്? 80 ആണ് കൊച്ചിൻ്റെ IQ. അങ്ങനെയാണെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ കൊച്ച് വരുന്നത്? 80 വരുന്നത് ഏത് കാറ്റഗറിക്കകത്താണ്? ജഡബുദ്ധിയാണോ, ക്ഷീണബുദ്ധിയാണോ, മൂഢബുദ്ധിയാണോ, മന്ദബുദ്ധിയാണോ, ശരാശരിയാണോ, ശ്രേഷ്ഠബുദ്ധിയാണോ, ദൃഢനാശാലിയാണോ? ഏതിലാണ് വരേണ്ടത് കൊച്ച്? 80 ആണ്. 80 ആണെങ്കിൽ കൊച്ച് വരേണ്ടത് മന്ദബുദ്ധി കേട്ടോ. 80 ആണെങ്കിൽ കൊച്ച് മന്ദബുദ്ധിയിലാണുള്ളത് കേട്ടോ. മന്ദബുദ്ധിയിലാണ് കൊച്ചുള്ളത്. 85നും 115നും ഇടയിലാണ് ശരാശരി ബുദ്ധി കിടക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, ശരാശരി ബുദ്ധി എവിടെയാണ്? ശരാശരി ബുദ്ധിയുള്ളത് 85നും 115നും ഇടയിലാണുള്ളത്. അതിന് മുമ്പോട്ടുള്ളവരാണ് ദൃഢനാശാലികൾ എന്ന് കേട്ടോ. അപ്പോൾ ഈ റേഞ്ച് 80 ആയതുകൊണ്ട് 70നും 85നും ഇടയിലുള്ളവർ മന്ദബുദ്ധിക്കാർ കേട്ടോ. അപ്പോൾ കൊച്ച് ഒരു ഡള്ള് മൈൻഡഡ് ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതിന് തൊട്ട് പുറകിൽ 50നും 70നും ഇടയ്ക്കാണെങ്കിൽ മൂഢബുദ്ധിയാണ് വേണ്ടത്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് റേഞ്ച് തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഏത് കാറ്റഗറിയിൽ കൊച്ച് ഉൾപ്പെടുന്നു എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചും എല്ലാം ഓർത്തിരിക്കണം. ഓക്കെ, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിഫലന ഘട്ടം എന്നിവ ആശയരൂപീകരണ പ്രക്രിയകളാണെന്ന് മുമ്പോട്ട് വെച്ചത് ആരാണ്? ടീച്ചറെ? ടീച്ചറെ പറഞ്ഞോ. കേൾക്കാം. വായനാ ദിനത്തിൻ്റെ കൊടുക്കാം. എൻ്റെയോ? കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ സത്യ. യെസ്, കേൾക്കാവോ? ഹലോ, കേൾക്കാമോ? ഓക്കെ. ഓക്കെ, ഒരു കോള് വന്നു കേട്ടോ. നാളെ വായനാ ദിനത്തിന് ഗസ്റ്റായിട്ട് വിളിച്ചാൽ സ്കൂളിൽ നിന്ന്. യെസ്. അപ്പം നമ്മൾ പറഞ്ഞത് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിഫലന ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയരൂപീകരണം നടക്കുന്ന
അഭിപ്രായപ്പെട്ടത് ആരാണ്? ജെറോമസ് ബ്രൂണറാണോ, വിഗോസ്കി ആണോ, പിയാഷെ ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? ആരാണ്? പ്രവർത്തനഘട്ടം, വിമ്പനഘട്ടം, പ്രതികരണഘട്ടം എന്നീ ആശയ രൂപീകരണ പ്രക്രിയയിലാണ് പഠനം നടക്കുന്ന അഭിപ്രായപ്പെട്ടത് ആരാണ്? ജെറോമസ് ബ്രൂണറാണോ, വിഗോസ്കി ആണോ, പിയാഷെ ആണോ, ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? ബ്രൂണർ കേട്ടോ, ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടുന്ന് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഉള്ളതുമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്ര മാത്രമുണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും അറിയിക്കുന്ന ലിസ്റ്റ് ഏതാണ്? ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്ര മാത്രമുണ്ടെന്നും അതുപോലെ തന്നെ എത്ര തീവ്രതയിലുമുണ്ടെന്നും പറയുന്ന കാര്യം ഏതാണ്? ചെക്ക് ലിസ്റ്റ് ആണോ, റേറ്റിംഗ് സ്കെയിലാണോ, അഭിമുഖമാണോ, അഭിപ്രായ സർവേ ആണോ? ഏതാണ്? റേറ്റിംഗ് സ്കെയിൽ കേട്ടോ, ഓർത്തിരിക്കണം. എത്ര മാത്രം അളവിലും തീവ്രതയിൽ, ആ ഒരു വാക്ക് ഓർത്തിരിക്കണം കേട്ടോ. അളവിലും തീവ്രതയിലും ചോദിച്ചാൽ റേറ്റിംഗ് സ്കെയിലാണ് വരേണ്ടത് കേട്ടോ. നമ്മുടെ അളവിലും തീവ്രതയിലുള്ളത് റേറ്റിംഗ് സ്കെയിലാണ്. ഇനിയും ഉണ്ട് അല്ലെന്നില്ല എന്നാണ് ചോദ്യങ്ങളിലോ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാണ് ചോദ്യങ്ങൾ ഏത് വന്നതിന് ഉത്തരം? ചെക്ക് ലിസ്റ്റ് വന്നത് കേട്ടോ. ചെക്ക് ലിസ്റ്റ് വന്നത് കേട്ടോ. അത് തിരിഞ്ഞു മറിഞ്ഞു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. ക്രമവിരുദ്ധമായതോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സൈക്കോളജിക്ക് അതിൽ നിന്ന് ചോദിച്ചു കേട്ടോ. ക്രമവിരുദ്ധമായതോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയയാണോ, അരിവാൾ രോഗമാണോ, പാർക്കിൻസൺ രോഗമാണോ, തലാസീമിയാണോ? ഏതാണ്? ക്രമവിരുദ്ധമായതോ കുറഞ്ഞ അളവിലോ ഏതാണ്? ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയയാണോ, അരിവാൾ രോഗമാണോ, പാർക്കിൻസൺസ് രോഗമാണോ, തലാസീമിയയാണോ? നമ്മുടെ RPWD ആക്ടിനകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയത് കേട്ടോ. ഏതാണ് ഉത്തരം വരേണ്ടത്? ഉത്തരം തലാസീമിയയാണ് കേട്ടോ. ഹീമോഫീലിയ അല്ല, തലാസീമിയയാണ് ഉത്തരം കേട്ടോ. ഒരു 14 കാറ്റഗറിയും നമ്മൾ ഓർത്തിരിക്കണം. അവിടെ നിന്നുള്ള അരിവാൾ രോഗം എന്താണെന്നും സിക്കിൾ സെൽ അനീമിയ എന്താണെന്നും അതുപോലെ തന്നെ പാർക്കിൻസൺ ഡിസീസ് എന്താണെന്നും അതുപോലെ തന്നെ ഹീമോഫീലിയ എന്താണെന്നും തലാസീമിയ എന്താണെന്ന് എടുത്ത് പറയുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൈക്കോളജിക്കകത്തും ചോദിച്ചാൽ സയൻസിൻ്റെ ചോദ്യം കേട്ടോ. അത് പുതിയതായിട്ട് 2016 RPWD ആക്ട് വന്നപ്പം അതിനകത്ത് ആഡാക്കിയ 14 കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞ 4 കേട്ടോ. കൂടാതെ 10 വേറെയുണ്ട്. ഇതും ഉള്ളതാണെന്ന് ഓർത്തിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഏതൊക്കെയാണ്? അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ബ്രൂണറാണോ, വിഗോസ്കി ആണോ, ഒസുബൽ ആണോ, മെക്കലാൻഡ് ആണോ? ഏതാണ്? ആരാണ് മുമ്പോട്ട് വെച്ചത്? പറഞ്ഞതാ. ആരാണ്? അധികാരം, അംഗീകാരം, നേട്ടം. നമ്മുടെ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി പോലെ തന്നെ ഒരു ശ്രേണി ഞാൻ ക്ലാസ്സിലെടുത്ത് കാണിച്ചതാണ്. അധികാരം, അംഗീകാരം, നേട്ടം എന്നിവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അസുബലല്ല മെക്കലാൻഡ് കേട്ടോ. മെക്കലാൻഡാണ്. അസുബൽ എന്ന് പറഞ്ഞ വ്യക്തി അർത്ഥപൂർണമായ വാചിക പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അർത്ഥപൂർണമായ വാചിക പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് ഡേവിഡ് അസുബൽ കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും പോകരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 802 × 802 കേട്ടോ. 802 × 802 എന്നതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്ര? 802 × 802 എന്നതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്ര? 1 ആണോ, 0 ആണോ, 2 ആണോ, 3 ആണോ? 802 × 802. ബുദ്ധി ഉണ്ടെങ്കിൽ ഇപ്പം ചാടിക്കറി ഉത്തരം പറയാം. ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 802 × 802നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പം ശിഷ്ടം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ശിഷ്ടം വരേണ്ടത്? കണ്ടുപിടിച്ചോ. 0, 1, 2, 3. എത്രയാണ് വരണ്ടേ?
0 ഒരു ഉത്തരം വന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കി നമ്മൾ 4 കൊണ്ടാണ് ഹരിക്കാൻ പോകുന്നത് അല്ലേ. അപ്പം നോക്കി അവസാനത്തെ നമ്പർ എടുത്ത് നോക്കി, 2 ഗുണം 2 എത്രയാണ് വരേണ്ടത്? അവസാനത്തെ നമ്പർ എത്രയാണ് വരേണ്ടത്? 4 വരേണ്ടത് അല്ലേ. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ആയിരിക്കും വരുന്നത്? 0 അല്ലേ വരേണ്ടത് അല്ലേ. 4നെ 4 കൊണ്ട് ശിഷ്ടമാണ് ചോദിക്കുന്നത്. ശിഷ്ടമാണ് ചോദിക്കുന്നത്. ശിഷ്ടം എത്ര വരേണ്ടത്? 0 കേട്ടോ. അപ്പോൾ എത്രയാണ് ശിഷ്ടം വരേണ്ടത്? 0 കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. വിട്ട് കളയരുത് കേട്ടോ. മണ്ടത്തരങ്ങളൊന്നും കാണിച്ചത് കളയരുത് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വിട്ട് കളയരുത്. ഓക്കെ, എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഒരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമല്ലാത്തത് ഏതാണ്? മട്ട ത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമല്ലാത്തത് ഏതാണ്? ഒന്നാമത്തേത് 4:5:9, രണ്ടാമത്തേത് 3:4:7, മൂന്നാമത്തേത് 2:3:5, നാലാമത്തേത് 5:6:7. പൈതഗോറിയൻ ട്രിപ്പിൾസ് അറിയെങ്കിൽ ഇപ്പോൾ ഉത്തരം പറയാം. മട്ടത്രികോണം ആകുമ്പോൾ പൈതഗോറസ് തിയറം ഫോം ചെയ്യണം. അതായത് നമ്മുടെ ബേസ് സ്ക്വയർ പ്ലസ് ഒറ്റൂർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. ആ ഒരു തിയറി നോക്കിയാൽ മതി. ഇവിടെ പെട്ടെന്ന് പറഞ്ഞു. ഏതാ പറഞ്ഞോ? ഉത്തരവില്ലേ? ഏതാണ് ഉത്തരം? ചെയ്ത് നോക്കുമായിരിക്കും. ചെയ്ത് നോക്കുക. സ്ക്വയർ എടുത്താൽ മതി. 1 തൊട്ട് 15 വരെയുള്ള സ്ക്വയറെല്ലാം പഠിച്ചതാണ്. അല്ലാത്തത് അംശബന്ധം അല്ലാത്തത്. രണ്ടെണ്ണം വരുന്നുണ്ടോ തോന്നുന്നില്ലേ? ഉണ്ടോ? 2 വരുന്നുണ്ടോ? അതോ ഒരെണ്ണേ ഉള്ളൂ? ക്വസ്റ്റ്യനകത്ത് ഒരെണ്ണമുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ പാടായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, 2 വരുന്നുണ്ടല്ലേ? ഓക്കെ, തോന്നി. ഇവിടെ നോക്കി 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 9ൻ്റെ സ്ക്വയർ 81. 25ഉം 16ഉം കൂട്ടിയാൽ 81 കിട്ടുകയില്ല. അടുത്തത് 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 7ൻ്റെ സ്ക്വയർ 49. അപ്പം 16ഉം 9ഉം കൂട്ടിയാൽ 49 കിട്ടത്തില്ല. അടുത്തത് 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. ഇതും നമുക്ക് കിട്ടുകയില്ലല്ലേ. 9ഉം എത്രയാണ്? 4ഉം. ഓക്കെ, കിട്ടത്തില്ല. അടുത്തത് 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49. ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ശരിയല്ലേ? ക്വസ്റ്റ്യനിൽ എന്തോ തെറ്റുണ്ട്. ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയി കാണും കേട്ടോ. കൊട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കോണുകളുടെ അംശബന്ധം. കോണുകളുടെ അംശബന്ധമല്ല കേട്ടോ. കോണുകൾ ആംഗിൾസാണ് കേട്ടോ. ആംഗിൾസ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ആംഗിൾസ് അല്ലേ വേണ്ടത്? ആംഗിൾസ് അല്ലേ? അപ്പോൾ ആംഗിൾസ് ആകുമ്പോൾ എന്നാ നോക്കേണ്ടത്? 2 സൈഡ് കൂട്ടി അടുത്തത് ഈക്വൽ ആവും നോക്കിയാൽ പോരെ. അതല്ലേ പഠിച്ചത്? കോണുകളല്ലേ ചോദിച്ചത്? കോണുകൾ. വശങ്ങളല്ലല്ലോ, കോണുകളല്ലേ ചോദിച്ചത്. മനസ്സിലായില്ലേ? നമ്മൾ എടുത്തത് എന്താ? പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ വശങ്ങളല്ലേ എടുത്തത്. എനിക്ക് ഇപ്പോഴാണ് ബോധം വന്നു. ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റാം കേട്ടോ. വശങ്ങളുടെയാണ് നമുക്ക് വശങ്ങളാണെങ്കിലാണ് ബേസ് സ്ക്വയർ പ്ലസ് ഒറ്റൂർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ വേണ്ടത്. ഇതുപോലെ കോണുകളാണെങ്കിൽ അംശബന്ധം എങ്ങനെ വരേണ്ടത്? നമ്മൾ കഴിഞ്ഞ ഒരു 3-4 ക്ലാസ്സിന് മുമ്പ് ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. കോണുകളാണെങ്കിൽ എന്താ വരേണ്ടത്? 2 കോണുകളുടെ തുക 2 കോണുകളുടെ തുക മൂന്നാമത്തേതിനോട് തുല്യമായിരിക്കണം കേട്ടോ. തുല്യമായിരിക്കണം എന്നാണ് പറഞ്ഞത്, ശരിയല്ലേ? അപ്പം അങ്ങനെ വരുമ്പം ഏത് മാത്രമേ വരത്തുള്ളൂ? കോണുകളുടെ തുക മൂന്നാമത്തതിനോട് തുല്യമായിരിക്കണം. അപ്പം നോക്കി 5ഉം 4ഉം കൂട്ടിയാൽ 9 കിട്ടും. അപ്പോൾ ഇതൊരു മട്ടത്രികോണത്തിൻ്റെ കോണാണ്. 4ഉം 3ഉം കൂട്ടിയാൽ 7 കിട്ടും. അതൊരു മട്ടത്രികോണത്തിൻ്റെ കോണാണ്.
3ഉം 2ഉം കൂട്ടി 5 കിട്ടും. അതൊരു മട്ട ത്രികോണത്തിൻ്റെ കോണാണ്. അടുത്തത് 5ഉം 6ഉം കൂട്ടി 7 കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇതാണ് കോണുകളുടെ അംശബന്ധം അല്ലാത്തത്. മനസ്സിലായോ? 2 തിയറിയും ചോദിക്കാം, തിരിച്ചും മറിച്ചും ചോദിക്കാം. അതായത് ആർക്കും ഒരു അബദ്ധം പറ്റാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് പറിച്ചിട്ട് വേണം. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടത്തില്ല, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുമല്ലോ. അതായത് നമ്മുടെ 2 മിനിറ്റ് ആ വഴിക്ക് പോയി, സാരമില്ല. ഓർത്തിരിക്കണം, വശങ്ങളാണെങ്കിലാണ് നമ്മൾ ഇടേണ്ടത് ബേസ് സ്ക്വയർ പ്ലസ് ഹോൾ സ്ക്വയർ ഇസിക്കൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ. അതായത് പാദ സ്ക്വയർ പ്ലസ് എന്താണ് ലെമ്മ സ്ക്വയർ ഇസിക്കൽ കർണ്ണ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ഇടുന്നത്. പക്ഷേ ഇവിടെ ചോദിച്ചത് എന്താണ്? കോണുകളാണ്. ആംഗിൾസിൻ്റെ എന്താണ് കാറ്റഗറിയാണ് വരുന്നത്. അപ്പോൾ ആംഗിൾസിൻ്റെ അംശബന്ധം അല്ലെങ്കിൽ ആംഗിൾസിൻ്റെ റേഷ്യോ വെച്ചുകൊണ്ട് എന്താണ് എടുക്കണം? 2 ആംഗിൾസിൻ്റെ ഇതെന്ന് സം എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂന്നാമത്തിനോട് തുല്യമായിരിക്കും. അപ്പോൾ 5ഉം 4ഉം കൂട്ടിയാൽ 9, 4ഉം 3ഉം കൂട്ടിയാൽ 7, 3ഉം 2ഉം കൂട്ടിയാൽ 5, 5ഉം 6ഉം കൂട്ടിയാൽ 17 കിട്ടുമോ? ഇല്ല. അപ്പോൾ അതാണ് തെറ്റിപ്പോയത്. മനസ്സിലായോ? തിരിഞ്ഞു മറിഞ്ഞും ആലോചിക്കണം കേട്ടോ. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ കേട്ടോ. ഒരു തെറ്റ് ചെയ്ത പോലീസുകാരനും പറ്റുമല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ 17, 29 തുല്യമല്ലാത്തത്. ഈ നമ്പർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 17, 29 ആരുടെ നമ്പറാണ്? 17, 29 1729 ആരുടെ നമ്പറാണ്? രാമാനുജൻ സംഖ്യയാണ്. ഓക്കെ, കറക്റ്റാണ്. രാമാനുജൻ സംഖ്യ അതിന് തുല്യമല്ലാത്തത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 10ൻ്റെ ക്യൂബ് പ്ലസ് 9ൻ്റെ ക്യൂബാണോ? രണ്ടാമത്തേത് 12ൻ്റെ ക്യൂബ് പ്ലസ് 1ൻ്റെ ക്യൂബാണോ? മൂന്നാമത്തേത് 19 ഗുണം 91 ആണോ? നാലാമത്തേത് 11ൻ്റെ ക്യൂബ് പ്ലസ് 7ൻ്റെ ക്യൂബ് പ്ലസ് 5ൻ്റെ ക്യൂബാണോ? 17, 29 തുല്യമല്ലാത്തത്. നമ്മൾ അന്ന് ക്ലാസ്സിലെടുത്തപ്പോൾ പറഞ്ഞതുമാണ്. ഈ സെയിം കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഏതാണ്? അത് ശരി, കൂട്ടി കണ്ടുപിടിക്കുമായിരിക്കും അല്ലേ? ആണോ? കൂട്ടി കണ്ടുപിടിക്കുകയാണോ? 19 ഗുണം 91 17, 29 അല്ലേ? നോക്കിക്കേ. പത്തൊമ്പത് ഗുണം 91 വരും. കാരണം നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ഇതിങ്ങളുടെ തുക നോക്കുക. 7, 1, 8, 8ഉം 2ഉം 10, 1ഉം 19ആണ്. 19നെ തിരിച്ചിട്ട് ഗുണിച്ചാൽ 99 ഗുണിച്ചാൽ 17, 29 കിട്ടും എന്ന് നമ്മൾ തെളിയിച്ചതാണ്. ശരിയല്ലേ? അപ്പോൾ 19 ഗുണം 91 എന്നുള്ളത് കേട്ടോ. അടുത്തത് 12ൻ്റെ ക്യൂബിനെ 1ൻ്റെ ക്യൂബ് കൊണ്ട് കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? 17, 29 കിട്ടും. അടുത്തടുത്ത 2 ക്യൂബുകൾ 10ൻ്റെ ക്യൂബിനെ 9ൻ്റെ ക്യൂബ് കൊണ്ട് കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? 17, 29 കിട്ടും. പക്ഷേ അവസാനമുള്ള 11ൻ്റെ ക്യൂബും 7ൻ്റെ ക്യൂബും 5ൻ്റെ ക്യൂബും കൂട്ടി നമുക്ക് എന്ത് കിട്ടത്തില്ല? 17, 29 കിട്ടത്തില്ല കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ തിയറിക്കകത്ത് തന്നെ എടുത്ത് പറയുന്നുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞതുമാണ്. ഓർത്തിരിക്കണം, ഈ 3 കോൺസെപ്റ്റ് വഴി അദ്ദേഹം തെളിയിച്ചതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് എന്ന് അദ്ദേഹം തെളിയിച്ചാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ലഘുയന്ത്രമായി പരിഗണിക്കാത്തത് ഏതാണ്? ലഘുയന്ത്രമായി പരിഗണിക്കാത്തത് ഏതാണ്? ആപ്പാണോ? ഭാരമുയർത്തുന്നതിനുള്ള ദണ്ഡാണോ? കപ്പിയാണോ? ഒറ്റച്ചക്ര കൈവണ്ടിയാണോ? ലഘുയന്ത്രമായിട്ട് പരിഗണിക്കാത്തത് ഏതാണ്? ഒരു ലഘുയന്ത്രമായിട്ട് പരിഗണിക്കാത്തത് ഏതാണ്? ആപ്പാണോ? ഭാരമുയർത്തുന്നതിനുള്ള ദണ്ഡാണോ? കപ്പിയാണോ? ഒറ്റച്ചക്ര കൈവണ്ടിയാണോ? ഏതാണ് ലഘുയന്ത്രമായിട്ട് പരിഗണിക്കാത്തത്? ഏതാ ലഘുയന്ത്രമല്ലാത്തത്? ഏതാ? ആപ്പെന്നാണ് പറയുന്നത്. ആപ്പിൻ്റെ കേസ് നമ്മൾ പഠിച്ചതല്ലേ? ആപ്പിൻ്റെ കേസ് നമ്മൾ പഠിച്ചതല്ലേ? ഓർമ്മയില്ലേ? ആപ്പിൻ്റെ കേസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ല. അതായത് ആപ്പ് നമ്മുടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഒരു പീസ്, ഒരു തടിക്കഷ്ണം മുറിക്കുമ്പോൾ ആ തടിക്കഷ്ണം കൊണ്ട് അകത്തുമായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നതാണ്? ആപ്പ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ അതൊരു ലഘുയന്ത്ര. പിന്നെ ഭാരമുയർത്തുന്നുള്ള ദണ്ട്, നമ്മളതും അറിയാം, അതൊരു ലഘുയന്ത്രമാണ്. അടുത്തത് കപ്പി, ചോദിക്കേണ്ട ആവശ്യമില്ല, ലഘുയന്ത്രമാണ്. പക്ഷേ നോക്കിയേ, ഒറ്റ ചക്ര കൈവണ്ടി, ഒരു ചക്രം മാത്രമുള്ള കൈവണ്ടി എന്നാണ് പറഞ്ഞത്. നമ്മൾ കയ്യിൽ ഇട്ടിക്കൊണ്ട് പോകുന്ന സാധനമില്ലേ, അത് ലഘുയന്ത്രമാണോ?
ഒറ്റച്ചക്ര കൈവണ്ടി എന്നാണ് പറഞ്ഞത്. അല്ല ലഘുയന്ത്രമാണോ അല്ലയെന്ന് ചോദിച്ചിരിക്കുന്നത്. ആണോ? ലഘുയന്ത്രമാണോ ഒറ്റച്ചക്ര കൈവണ്ടി? ഭാരം, യത്നം, രോധം, ധാരം അവിടുന്ന് കിട്ടുമോ? ഒറ്റച്ചക്ര കൈവണ്ടിക്കകത്തുനിന്ന് കിട്ടുമോ? നിങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ സാധനമായിരിക്കും അല്ലേ? നമ്മുടെ ഈ മെറ്റലൊക്കെ കൊണ്ടുപോകുന്നത് ഈ ടൈപ്പ് സാധനമായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ മേളിലുള്ള സാധനം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഒരു മനുഷ്യനെ തള്ളിക്കൊണ്ട് പോകുന്നതാണ് ഉദ്ദേശിച്ചത്? ഇതാണ് ഉദ്ദേശിച്ചത്? എന്നാൽ അതല്ല കേട്ടോ. ഒറ്റച്ചക്ര കൈവണ്ടി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ ഒരു കയ്യിൽ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോകത്തില്ലേ, ആ സാധനം കേട്ടോ. ഒരു കൈ നമ്മൾ തള്ളിക്കൊണ്ട് പോകത്തില്ല, ആ സാധനങ്ങളുടെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇതായിരുന്നെങ്കിൽ ഏതാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? നമ്മുടെ ലഘുയന്ത്രമായിട്ട് വന്നേനെ. കാരണം നമുക്ക് ഭാരം വെയിറ്റ് കുറച്ച് എടുത്തുകൊണ്ട് പോകല്ലോ. പക്ഷെ നമ്മൾ കൊച്ചുങ്ങൾ കളിക്കുന്ന സാധനമില്ലേ, ഒരു കൈ വണ്ടിക്ക് തള്ളിക്കൊണ്ട് പോകത്തില്ലേ? കണ്ടിട്ടില്ലേ? ആ സാധനം ഇവിടെ ഉദ്ദേശിച്ചു കേട്ടോ. അതുകൊണ്ടാണ് അതല്ലാതെ പോയത് കേട്ടോ. ബാക്കിയെല്ലാം തന്നെ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോകണം. കാരണം ആ ക്വസ്റ്റ്യൻ അതൊരു ക്ലാരിറ്റി എറർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ സ്പെസിഫൈഡ് ആക്കി പറയണമായിരുന്നു അല്ലേ? ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയതായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ബെല്ലുകൾ നിർമ്മിക്കാൻ ലോഹങ്ങളുടെ ഏത് സവിശേഷ ഗുണമാണ് ഉപയോഗിക്കുന്നത്? കേട്ടോ, ബെല്ലുകൾ, നമ്മുടെ മണി അടിക്കുന്ന ബെല്ലില്ലേ, ആ ബെല്ല് നിർമ്മിക്കാനായിട്ട് ലോഹങ്ങളുടെ ഏത് സവിശേഷ ഗുണമാണ് ഉപയോഗിക്കുന്നത്? സൊണോറിറ്റി ആണോ, മാലിബിലിറ്റി ആണോ, ഡക്റ്റിലിറ്റി ആണോ, ചാലകതയാണോ? ഏതാ? ഇന്നലത്തെ മിഞ്ഞാത്തൊക്കെ ക്ലാസ്സിൻ്റെ അകത്തുണ്ടായിരുന്നായിരുന്നു. ഏതാ? സൊണോറിറ്റി കേട്ടോ. ഓക്കെ, കറക്റ്റാണ്. ഇനി എസ് എന്ന മൂലകത്തിൻ്റെ പ്രതീകം ഏതാണ്? എസ് കേട്ടോ. എസ് എന്ന മൂലകത്തിൻ്റെ പ്രതീകം ഏതാണ്? സിൽവർ ആണോ, സോഡിയം ആണോ, സൾഫർ ആണോ, സെലീനിയം ആണോ? എസ് എന്ന മൂലകത്തിൻ്റെ പ്രതീകം ഏതാണ്? അറിയാം, ഏതാണ്? സൾഫർ കേട്ടോ. സൾഫർ ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. പെഡഗോഗി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ആവർത്തിച്ച് ചോദിക്കുന്നത് കേട്ടോ. പെഡഗോഗി എന്ന വാക്കിൻ്റെ അർത്ഥം ഏതാണ്? കുട്ടിയെ മനസ്സിലാക്കലാണോ, കുട്ടിയെ വിലയിരുത്തലാണോ, കുട്ടിയെ നയിക്കലാണോ, കുട്ടിയെ പഠിപ്പിക്കലാണോ? എല്ലാം ഒരുപോലെ തോന്നും അല്ലേ? പെഡഗോഗി എന്ന വാക്കിൻ്റെ അർത്ഥം കുട്ടിയെ മനസ്സിലാക്കലാണോ, കുട്ടിയെ വിലയിരുത്തലാണോ, കുട്ടിയെ നയിക്കലാണോ, കുട്ടിയെ പഠിപ്പിക്കലാണോ? ഏതാണ് പെഡഗോഗി എന്ന വാക്കിൻ്റെ അർത്ഥം? എല്ലാം ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. എ, ബി, സി, ഡി എല്ലാം വരുന്നുണ്ട്. പുറത്തിരിക്കണം. പെഡഗോഗി നമ്മൾ എഴുതിയിട്ടുള്ളതല്ലേ പെഡഗോഗി. പെടക്കോഴി എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന പെഡഗോഗിക് അനാലിസിസ് ഒക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ? ബോധനശാസ്ത്രപരമായ അപഗ്രഥനം എന്ന് മലയാളത്തിൽ പറയും. ആ ഒരു സാധനത്തിൻ്റെ അർത്ഥം എന്താണ്? കുട്ടിയെ നയിക്കൽ കേട്ടോ. ഓർത്തിരിക്കണം, കുട്ടീനെ നമ്മുടെ കൂടെ തന്നെ നയിക്കുക. നമുക്കറിയാം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആസ് എ ഫെസിലിറ്റേറ്റർ ആൻഡ് എ മെൻറ്റർ അല്ലേ? നമുക്ക് അവർക്ക് വഴി കാട്ടുന്ന ഒരു ഫെസിലിറ്റേറ്റർ, ഒരു മെൻറ്ററുമായാൽ മതി. അപ്പം കുട്ടിയെ നയിക്കലെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അല്ലാതെ കുട്ടിയെ മനസ്സിലാക്കലോ, കുട്ടിയെ വിലയിരുത്തലോ, കുട്ടിയെ പഠിപ്പിക്കലോ അല്ല, കുട്ടിയെ നയിക്കുക. ഒരാളെ നയിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളെ മനസ്സിലാക്കി, അയാളെ വിലയിരുത്തി, അയാളെ പഠിപ്പിച്ചല്ലേ നമ്മൾ നയിക്കുന്നത്. അപ്പോൾ 3 കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യത്തിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ മിസ്സേ, ഞാൻ ഫോട്ടോ അയക്കാവേ, ഞാൻ ക്ലാസ്സിലായിരുന്നു അതോട്ടോ. ഓക്കെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ എല്ലായ്പ്പോഴും ശരിയായിട്ടുള്ളത് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ എല്ലായ്പ്പോഴും ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ, ഒരു ആറ്റത്തിൽ തുല്യ എണ്ണം ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ട്. ഒരാറ്റത്തിൽ തുല്യ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട്. രണ്ടാമത്തേത്, ഒരാറ്റത്തിൽ തുല്യ എണ്ണം ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും ഉണ്ട്. മൂന്നാമത്തേത്, ഒരാറ്റത്തിന് തുല്യ എണ്ണം പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമുണ്ട്. നാലാമത്തേത്, ഒരാറ്റത്തിന് തുല്യ എണ്ണം ഇലക്ട്രോണുകളും പ്രോട്ടോണുകളുമുണ്ട്. എല്ലാം കൺഫ്യൂസിങ് അല്ലേ? ഒബ്വിയസ്ലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ചോദിക്കാം കേട്ടോ. എന്താണ്? പ്രസ്താവനകൾ എല്ലായ്പ്പോഴും ശരിയായിട്ടുള്ള വേണ്ടത്. അതായത് നമുക്കറിയാം, ഒരാറ്റത്തിൽ തുല്യമായിട്ടുള്ള എന്താണ്? പ്രോട്ടോണും ഇലക്ട്രോണും കാണും കേട്ടോ. അതാണ് ശരിയായിട്ട് വേണ്ടത്. ഓർത്തിരിക്കണം, ഒരാറ്റത്തിൽ എപ്പോഴും എന്താണ്? ഒരാറ്റത്തിൽ തുല്യ എണ്ണം ഇലക്ട്രോണും പ്രോട്ടോണും കാണും കേട്ടോ. അത് എപ്പോഴും ശരിയായിരിക്കും, അതിന് യാതൊരു മാറ്റവും കാണത്തില്ല. ഏത് കേസ് എടുത്താലും അത് കറക്റ്റായിരിക്കും കേട്ടോ. ബാക്കിയെല്ലാം വേരി ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ വേരി ചെയ്യാം, പക്ഷേ ഇതിൽ മാത്രം മാറ്റമുണ്ടാവുകയില്ല കേട്ടോ. ഓർത്തിരിക്കണം, ഒരാറ്റത്തിന് തുല്യ എണ്ണം ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കൈമുട്ടിലെ സന്ധി
ഏതിന് ഉദാഹരണമാണ്? കൈമുട്ടിലെ സന്ധി ഏതിന് ഉദാഹരണമാണ്? വിജാഗിരി സന്ധിയാണോ, ഗോളര സന്ധിയാണോ, കീലസന്ധിയാണോ, തെന്നി നീങ്ങിയ സന്ധിയാണോ? കൈമുട്ടിലെ സന്ധി അതെല്ലാവർക്കും അറിയാം, വിജാഗിരി സന്ധി. ഓക്കെ, കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, മൊണാലിസ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? റാഫേലുമായിട്ടാണോ, മൈക്കലാഞ്ചലോയുമായിട്ടാണോ, ലിയാനോ ഡാവിഞ്ചിയുമായിട്ടാണോ, അതോ ഇറാസ്മസുമായിട്ടാണോ? ഇറാസ്മസുമായിട്ടാണോ? മൊണാലിസ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഫോട്ടോ, അത് ആരുമായിട്ട് ബന്ധപ്പെട്ടി, അത് ആര് വരച്ചതെന്ന് ചോദിച്ചു കേട്ടോ. ഡാവിഞ്ചി ആയിട്ടാണോ, അതോ റാഫേലായിട്ടാണോ, മൈക്കലാഞ്ചലോയുമായിട്ടാണോ, അതോ ഇറാസ്മസുമായിട്ടാണോ? ആരാണ്? ഡാവിഞ്ചി കേട്ടോ, ഡാവിഞ്ചിയാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം പണ്ഡിറ്റ് രാമഭായി ആണോ, ജ്യോതിബ ഫുലെ ആണോ, രാജാറാം മോഹൻ റോയ് ആണോ, ശ്രീനാരായണ ഗുരുവാണോ? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് അതറിയാം. ഓക്കെ, രാജാറാം മോഹൻ റോയ്, അത് നന്നായി. ഓക്കെ, അടുത്ത അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? അച്ചടി യന്ത്രം കേട്ടോ, ഗലീലിയോ ആണോ, ക്ലെപ്പർ ആണോ, ഐസക് ന്യൂട്ടൺ ആണോ, ഗുൾട്ടൻബർഗ് ആണോ? അതെല്ലാം അറിയാം. ഓക്കെ, വെരി ഗുഡ്, ഗുൾട്ടൻബർഗ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസ്താവന നടത്തിയത് ആരാണ്? ആനി ബെസൻ്റ് ആണോ, ദാദാറാം നവറോജി ആണോ, ബാലഗംഗാധര തിലകാണോ, ഫിറോസ് മത്തയാണോ? തിലക്. സോഷ്യൽ പിന്നെ എല്ലാവരും കലക്കി കുടിച്ചേക്കുക, ബാക്കിയുള്ളവരോട്ട് ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മിക്കപ്പോഴും ചോദിക്കുന്ന പറഞ്ഞു കേട്ടോ. പൊന്മുടിയാണോ, അഗസ്ത്യമുടിയാണോ, ആനമുടിയാണോ? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടി കേട്ടോ, ആനമുടിയാണ് ഏറ്റവും വലിയ എന്താണ് നമ്മുടെ കൊടുമുടി എന്ന് പറയുന്നത്. അടുത്തത്, ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യ രേഖയാണോ, ഉത്തരായന രേഖയാണോ, ദക്ഷിണായന രേഖയാണോ, ആർട്ടിക് വൃത്തമാണോ? ഏതാണ്? ഇക്വേറ്റർ. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഇക്വേറ്റർ നമുക്കറിയാം, ഏറ്റവും വലിയ അക്ഷാംശം നമ്മുടെ ഭൂമി ഇതാണെങ്കിൽ ഇതിന് ചുറ്റും ഇങ്ങനെ പോകുന്നത് അല്ലേ, ഇങ്ങനെ പോകുന്നതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ കേട്ടോ. അതായത് ഭൂമധ്യ രേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ. ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്, നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏറ്റവും ചൂട് കൂടിയ താപീയ മേഖല ഏതാണ്? ഭൂമിയുടെ ഏറ്റവും ചൂട് കൂടിയ താപീയ മേഖല ഏതാണ്? ശൈത്യ മേഖലയാണോ, മിതോഷ്ണ മേഖലയാണോ, ഉഷ്ണ മേഖലയാണോ, ഉപോഷ്ണ മേഖലയാണോ? ഏതാണ്? ഉഷ്ണമേഖല. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ഏറ്റവും ചൂട് കൂടിയ താപനില വെച്ചാൽ നമുക്കറിയില്ല എന്തൊരു ഉഷ്ണമെന്ന് നമ്മൾ പറയുന്നത് അല്ലേ, ഉഷ്ണ മേഖലയാണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കനം കുറഞ്ഞ ഭൗമപാളി ഏതാണ്? കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ വന്നതാണ്. ഏറ്റവും കനം കുറഞ്ഞ ഭൗമപാളി മാൻഡിലാണോ, കാമ്പാണോ, ഭൂവൽക്കമാണോ, ശിലാമണ്ഡലമാണോ? ഏതാണ് ഏറ്റവും കനം കുറഞ്ഞ ഭൗമപാളി? കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ വന്ന് കണ്ടായിരുന്നോ? ഒരു ഫോട്ടോയൊക്കെ ആയിട്ട്. എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്ന് കണ്ട് വന്നതാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും കനം കുറഞ്ഞ ഭൗമപാളി ഏതാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? മാൻഡിലാണോ, കാമ്പാണോ, ഭൂവൽക്കമാണോ, അതോ ശിലാമണ്ഡലമാണോ? ഏറ്റവും കനം കുറഞ്ഞ ഭൗമപാളി ഏതാണ്? ഭൂവൽക്കം കേട്ടോ, ഭൂവൽക്കമാണ് ഏറ്റവും കനം കുറഞ്ഞ ഭൗമപാളി കേട്ടോ. ഇനിയും കുണ്ടറ വിളംബരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലിയത്തച്ഛൻ, പരശുരാജ, സ്വാതി തിരുനാൾ, വേളുത്തമ്പി ദളവ. ആരാണ് കുണ്ടറ വിളംബരം? വേളുത്തമ്പി ദളവ. ഓക്കെ, വാസ്കോഡി ഗാമ കാപ്പാട് എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1500, 1490, 1498, 1510. ഏതാണ്? 1510 ആണോ? ഉറപ്പാണോ? അല്ല, 1498 വാസ്കോഡി ഗാമ കാപ്പാടെത്തിയ സ്ഥലം കേട്ടോ. കാപ്പാടെത്തിയ വർഷം കേട്ടോ. 1498 വാസ്കോഡി ഗാമ കാപ്പാടെത്തി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മെസ്സപ്പൊട്ടോമിയ സംസ്കാരവുമായി ബന്ധപ്പെട്ട പേരെഴുതുക. മെസ്സപ്പൊട്ടോമിയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട പേരെഴുതുക. നൈൽ നദി, സിന്ധു നദി, യൂഫട്രിസ് നദി. ഏതാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നദി? നൈൽ നദിയാണോ, സിന്ധു നദിയാണോ, യൂഫട്രിസ് നദിയാണോ? യൂഫട്രിസ് കേട്ടോ, ഓർത്തിരിക്കണം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ത്രിമാന മാതൃകയ്ക്ക് ഒരു ഉദാഹരണം ഏതാണ്? ത്രിമാന മാതൃകയ്ക്ക് ഒരു ഉദാഹരണം ഏതാണ്? അറ്റ്ലസ് ആണോ, ധരാതലീയ ഭൂപടമാണോ, ഗ്ലോബാണോ, മാർബിൾ സോഫ്റ്റ്വെയർ ആണോ? ഏതാണ് ത്രിമാന മാതൃകയ്ക്ക് ഒരു ഉദാഹരണം? ത്രിമാന മാതൃകയ്ക്ക് ഉദാഹരണം അറ്റ്ലസ്, ധരാതലീയ ഭൂപടം, ഗ്ലോബ്, മാർബിൾ സോഫ്റ്റ്വെയർ. നമുക്കറിയാം അല്ലേ, ഗ്ലോബ് നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും കൊണ്ട് കാണിക്കുന്നതല്ലേ, പുറത്തിരിക്കുന്ന ഗ്ലോബാണ് നമ്മുടെ എന്താണ് നമ്മുടെ ത്രിമാന മാതൃകയ്ക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിനെ വിലയിരുത്തൽ അല്ലെങ്കിൽ പഠനത്തിൻ്റെ വിലയിരുത്തൽ എന്നതുമായി ബന്ധപ്പെട്ട സൂചകം ഏതാണ്? പഠനത്തിൻ്റെ വിലയിരുത്തൽ എന്നതുമായി ബന്ധപ്പെട്ട സൂചകം ഏതാണ്? സ്കൂൾ റിസൾട്ടുകളുടെ താരതമ്യമാണോ, അധ്യാപികയുടെ നിരന്തര വിലയിരുത്തലാണോ, കുട്ടിയുടെ സ്വയം വിലയിരുത്തലാണോ, രക്ഷിതാവിൻ്റെ വിലയിരുത്തലാണോ? പഠനത്തിൻ്റെ വിലയിരുത്തൽ എന്നതുമായി ബന്ധപ്പെട്ട സൂചകം ഏതാണ്? സ്കൂൾ റിസൾട്ടുകളുടെ താരതമ്യമാണോ, അതോ അധ്യാപികയുടെ നിരന്തര വിലയിരുത്തലാണോ, രക്ഷിതാക്കളുടെ വിലയിരുത്തലാണോ, കുട്ടിയുടെ സ്വയം വിലയിരുത്തലാണോ? പഠനത്തിൻ്റെ വിലയിരുത്തൽ ഉദ്ദേശിക്കുന്നത് ആ വാക്ക് ഉദ്ദേശിച്ചാൽ മതി. എന്താണ്? അല്ല, പഠനത്തിൻ്റെ വിലയിരുത്തൽ പഠനം നടന്ന് കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടും +2 റിസൾട്ടൊക്കെ വന്നില്ലേ, അപ്പോൾ നമ്മൾ ആരെയാണ് താരതമ്യം ചെയ്യാൻ പോയത്? സ്കൂളുകളെ താരതമ്യം ചെയ്ത് ഓർക്കുന്നില്ലേ? 100% ഇല്ലാത്ത സ്കൂളുകൾ ഉണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിനെ 100% സ്കൂളിൽ വിടാം. അപ്പോൾ എന്താണ്? സ്കൂൾ റിസൾട്ടുകളുടെ താരതമ്യമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം. നമുക്കറിയാമല്ലോ, പഠനത്തിൻ്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ പഠനത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പഠനം നടന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിലയിരുത്തുന്ന. അപ്പം സ്കൂൾ റിസൾട്ടുകളുടെ വിലയിരുത്തലല്ലേ ഉള്ള ഓപ്ഷൻ്റെ അകത്ത്. നോക്കിയേ, ബാക്കി എന്താണ്? അധ്യാപികയുടെ നിരന്തര വിലയിരുത്തൽ, അതൊരിക്കലും വരത്തില്ല. കുട്ടിയുടെ സ്വയം വിലയിരുത്തൽ, അത് വിരൽ തന്നെ പഠനത്തിനകത്ത് വരുന്നതാണ്. അടുത്തത് രക്ഷിതാവിൻ്റെ വിലയിരുത്തൽ, അതെന്താണ്? അതും ഇതിനകത്ത് കയറി വരാം. പക്ഷേ കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള ഏതാണ്? എല്ലാവരും നോക്കുന്ന ഏതാണ്? നമ്മുടെ സ്കൂൾ റിസൾട്ടുകൾ. ഇപ്പം LSS USS എക്സാം വരുമ്പോൾ എന്താണ്? ഈ സ്കൂളിൽ എത്ര LSS കുട്ടികളുണ്ട് അല്ലേ കിട്ടിയവർ, ഈ സ്കൂളിൽ എത്ര USS കിട്ടിയവരുണ്ട് എന്നൊക്കെയല്ലേ നോക്കിയല്ലേ നമ്മൾ പിള്ളേരെ ചേർക്കുന്നത്. അല്ലെങ്കിൽ അതിനിവിടെ സ്കോപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, എന്താണ് ഈ പറഞ്ഞ സ്കൂൾ റിസൾട്ടുകൾ താരതമ്യം കേട്ടോ. ഓപ്ഷൻ എന്നാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കുഴപ്പിക്കുന്ന രീതി ചോദിക്കുന്ന ചോദ്യങ്ങളും കാണും. എല്ലാം എളുപ്പമാണെന്ന് പ്രതീക്ഷിക്കരുത്. ഒബ്വിയസ്ലി ക്വസ്റ്റിനകത്ത് എളുപ്പമുള്ളതും പാടുള്ളതും നമുക്കറിയില്ല. ക്വസ്റ്റ്യൻ അവർ ഇടുമ്പം ഹൈ കാണും, മോഡറേറ്റ് കാണും, ഹാർഡ് കാണും, ഈസി കാണും, ടഫ് കാണും. ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മളതിൽ വീണ് പോകാതെ നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കൈറ്റിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? കൈറ്റിൻ്റെ പൂർണ്ണരൂപം പല ആവർത്തി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കൈറ്റിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണോ, കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണോ, കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണോ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ ഇവാലുവേഷൻ ആണോ? ഏതാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേട്ടോ. കറക്റ്റാണ് പറഞ്ഞത്, മറന്നുപോയില്ല കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിന് എത്ര മണ്ഡലങ്ങളുണ്ട്? ഇന്ത്യൻ പാർലമെൻറ്റിന് എത്ര മണ്ഡലങ്ങളുണ്ട്? 1, 2, 3, 4. ഇന്ത്യൻ പാർലമെൻറ്റിന് എത്ര മണ്ഡലങ്ങളുണ്ട്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? 2 എണ്ണം കേട്ടോ. 2 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, സംസ്ഥാന തലത്തിൽ സ്കൂൾ പാഠ്യപുസ്തകം തയ്യാറാക്കുമായി ബന്ധപ്പെട്ട സമിതി ഏതാണ്? സംസ്ഥാന തലത്തിൽ കേട്ടോ. സംസ്ഥാന തലത്തിൽ ഇപ്പം ഈയിടയ്ക്ക് പുസ്തകം മാറിയില്ല, ചോദിക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. സംസ്ഥാന തലത്തിൽ സ്കൂൾ പാഠപുസ്തകം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സമിതി ഏതാണ്? CMAT ആണോ, കൈറ്റ് ആണോ, SCERT ആണോ, സമഗ്ര ശിക്ഷ കേരളയാണോ? ഏതാണ്? SCERT കേട്ടോ, ഓർത്തിരിക്കണം. നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, SCERT ആണ് സംസ്ഥാനത്ത് സ്കൂൾ പാഠപുസ്തകം തയ്യാറാക്കുന്നത്. ഈ ഇടയ്ക്ക് മാറിയില്ല, അതുകൊണ്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു GK ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. SCERT ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയുടെ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യ ഭദ്രത ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള പദ്ധതി ഏതാണ്? അന്നപൂർണയാണോ, അന്ത്യോദയ അന്നയോജനയാണോ, ഉച്ചഭക്ഷണ പദ്ധതിയാണോ, സംയോജിത ശിശു വികസന പദ്ധതിയാണോ? ഏതാണ്? അന്ത്യോദയ അന്നയോജന കേട്ടോ, അതാണ് സ്കീം കേട്ടോ. ഇനി സ്കൂളുകളിൽ ആ പദ്ധതിക്ക് ഒരു പേര് പറയും, എന്താണെന്നറിയോ? സ്കൂളുകളിൽ നടത്തുന്ന പദ്ധതിക്ക് പറഞ്ഞ പേര്, സ്കൂളിൽ നമ്മൾ കൊടുക്കത്തില്ലേ കുട്ടികൾക്കായിട്ട്, ആ പദ്ധതിക്ക് ഒരു പ്രത്യേക പേര് പറയും. എന്നാ സ്കീം എന്നാണ് പറയുന്നറിയോ? അറിയോ?
നോൺ മീൽ സ്കിൽ കേട്ടോ. എല്ലാ സ്കൂളിൻ്റെയും വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ, നോൺ മീൽ സ്കിൽ കഴിക്കുന്ന കുട്ടികൾ ഇത്ര, കഴിക്കാത്ത കുട്ടികൾ ഇത്ര എന്നൊക്കെ ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ ബാധകമായ ഗ്രേഡിംഗ് രീതി ഏതാണ്? അതായത് LP UP തലത്തിൽ ഇപ്പോൾ നടത്തുന്ന ഗ്രേഡിംഗ് രീതി എത്രയുടെയാണ്? 9 ആണോ, 9 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണോ, 9 പോയിൻ്റ് അബ്സലൂട്ട് ഗ്രേഡിംഗ് ആണോ, 5 പോയിൻ്റ് അബ്സലൂട്ട് ഗ്രേഡിംഗ് ആണോ, 5 പോയിൻ്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണോ? ഏതാണ്? 3 പോയിൻറ്റോ? അല്ലല്ല, 3 പോയിൻ്റ് അല്ല കേട്ടോ, 5 ആണ് വരേണ്ടത്. അത് അബ്സലൂട്ട് ആണോ ഡയറക്റ്റ് ആണോ അതിൻ്റെ ഒരു തീരുമാനമാക്കിക്കേ. LP UP തലത്തിൽ 5 ഡയറക്റ്റ് കേട്ടോ, ഡയറക്റ്റ് റീഡിംഗ് ആണ്. നമുക്ക് അബ്സലൂട്ട് എന്ന് വെച്ചാൽ മറ്റൊരാളിടുന്നത്, നമുക്കറിയാം LP UP തലത്തിലെ പേപ്പർ നോക്കുന്നത് നമ്മൾ തന്നെയല്ലേ, അപ്പോൾ അത് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് അവിടെ വരേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചില കുട്ടികൾ എഴുതുമ്പോൾ അക്ഷരത്തലത്തിൽ പിഴവുകൾ വരുത്തുന്നതിന് കാരണത്തിൽ പെടാത്തത് ഏതാണ്? ചില കുട്ടികൾ എഴുതുമ്പോൾ അക്ഷരതലത്തിൽ പിഴവുകൾ വരുത്തുന്നതിൻ്റെ കാരണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒന്നാമത്തേത് പദബോധനത്തിൻ്റെ കുറവാണോ, അക്ഷരമാല ഉരുവിട്ട് പഠിക്കാത്തതിനാലാണോ, പ്രാദേശിക ഭാഷ പ്രയോഗത്തിൻ്റെ സ്വാധീനമാണോ, ശരിയായ ഉച്ചാരണശീലത്തിൻ്റെ കുറവാണോ? ഏതാണ്? ഏതാ വരേണ്ടത്? എഴുതുമ്പോൾ അക്ഷരതലത്തിൽ പിഴവുകൾ വരുന്നു കണ്ടോ, എഴുതിൻ്റെ അകത്ത കുഴപ്പം കേട്ടോ. എഴുതുമ്പോൾ അക്ഷരതലത്തിൽ പിഴവുകൾ വരുന്നതിന് കാരണം പദബോധനത്തിൻ്റെ കുറവാണോ, അക്ഷരമാല ഉരുവിട്ട് പഠിക്കാത്തതിനാലാണോ, പ്രാദേശിക ഭാഷാ പ്രയോഗത്തിൻ്റെ സ്വാധീനമാണോ, ശരിയായ ഉച്ചാരണശീലത്തിൻ്റെ കുറവാണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി, ഏതായിരിക്കും കാരണം വരേണ്ടത്? എഴുതുമ്പോഴുള്ള കുഴപ്പം എന്നായിരിക്കും വരേണ്ടത്? നമ്മുടെ അക്ഷരമാല അല്ലേ, അക്ഷരമാല ഉരുവിട്ട് പഠിക്കാത്തതിനുള്ള കുറവാണ്. നമ്മൾ കണ്ടിട്ടില്ലേ കൊച്ചു ക്ലാസ്സിൽ എത്ര വട്ടം, ഒരു 3-4 മാസത്തോളം നമ്മൾ ഈ കാര്യം ചെയ്തതിന് ശേഷം കുട്ടികളെ നമ്മൾ എന്താണ് നമ്മുടെ ഇപ്പോൾ ഒരു രീതി പറയും. ഏത് രീതിയാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്? അത് ഇമ്പോർട്ടൻ്റ്. മലയാളത്തിന് അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഏത് രീതിയാണ്? ഏതാ? ഏത് രീതി നമ്മളിപ്പോൾ ക്ലാസ്സിൽ ആശയാവതരണ രീതി ഇല്ലേ, ആ രീതിക്കൊരു കോഡുകൾ പറയാം. അതായത് ഇന്നത് 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 4 കാര്യങ്ങൾ പറയാം. എന്നതൊക്കെയാണ് ആ കാര്യങ്ങൾ? അതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെ ഇപ്പോൾ നമ്മൾ ആശയാവതരണ രീതി അവതരിപ്പിക്കുന്നത്? ആശയം, വാക്യം, പദം, അക്ഷരം കേട്ടോ. ആ ഒരു രീതിയിലൂടെയാണ് നമ്മുടെ ആശയാവതരണ രീതി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? ചില കുട്ടികൾ എഴുതുമ്പോൾ അക്ഷരതലത്തിൽ പിഴവുകൾ വരുത്തുന്ന കാരണത്തിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ഏതാണ്? പദബോധനത്തിൻ്റെ കുറവ് അതിനൊരു കാരണം തന്നെ അല്ലേ. അതായത് വാക്കുകൾ, അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പദങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അക്ഷരമാല ഉരുവിട്ട് പഠിക്കാത്തതിനാൽ. അക്ഷരമാല ഉരുവിട്ട് പഠിക്കാത്തതിനാൽ എന്ന് പറഞ്ഞാൽ എന്നാ? നമുക്ക് ഈ പറഞ്ഞ ഈ ഉ എന്ന് ഉരുവിട്ട് പഠിക്കണം. ഉരുവിട്ട് പഠിക്കാൻ പറഞ്ഞു പഠിക്കണം. പറഞ്ഞു പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എഴുതി പഠിക്കണ്ടേ? അതൊരു പ്രശ്നമാണ് അല്ലേ. അടുത്ത പ്രാദേശിക ഭാഷാ പ്രയോഗത്തിൻ്റെ സ്വാധീനം ഇല്ലേ. നമുക്കിപ്പോൾ അറിയാം, ഇവിടെ പറയുന്ന ഒരു ഭാഷ ആയിരിക്കത്തില്ല നമ്മുടെ മലബാർ സൈഡിലോട്ട് പറയുന്നത്, അവിടെ പറയുന്ന ആയിരിക്കത്തില്ല തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടുത്തായിട്ടുള്ള ഭാഷയിൽ നമ്മൾ കണക്ട് ചെയ്ത് പറയണം. പിന്നെ ശരിയായ ഉച്ചാരണശീലത്തിൻ്റെ കുറവ്, അതും ഒരു പ്രശ്നം തന്നെ ഇല്ല. നമ്മളിപ്പോൾ ഡിറ്റക്ഷനൊക്കെ ഇടുമ്പോൾ പിള്ളേർ പറയും അല്ലേ, ഞാൻ കേട്ടത് അങ്ങനെയാണെന്ന് പിള്ളേർ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 3 കാര്യങ്ങൾ വരുന്നതാണ്. ഓപ്ഷൻ 2, അതായത് ഓപ്ഷൻ ബിക്കകത്തുള്ള അക്ഷരമാല ഉരുവിട്ട് പഠിക്കൽ ഒരിക്കലും അതിൻ്റെ അകത്ത് വരികയില്ല. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ തീരുവാണ്. ഇവിടെ നല്ല മഴ, ഇപ്പം നെറ്റ് പോവും, അതാ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ചുവടെ നൽകിയ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമല്ലാത്തത് കേട്ടോ. ഉറക്കുന്നു, പഠിപ്പിക്കുന്നു, കളിക്കുന്നു, മലർത്തുന്നു. ഇതിലേതാണ് പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമല്ലാത്തത്? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പ്രയോജക ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എന്നതാ? ഓപ്ഷൻ സി കറക്റ്റാണ്, കളിക്കുന്നു എന്നാണ്. അതായത് മറ്റൊരാളുടെ പ്രേരണ കൂടാതെ നമ്മൾ കൂടിക്കൊണ്ട് ചെയ്യുന്നതാണ് പ്രയോജക ക്രിയ അല്ലേ. ഇപ്പം എന്താ പറയുക, നമുക്കറിയാം എന്താണ്? ഉറക്കുന്നു അല്ലേ, ഒരാൾ സഹായിക്കാൻ വേണം. അടുത്തത് പഠിപ്പിക്കുന്നു, സഹായിക്കാൻ വേണം. അതുപോലെ തന്നെ മലർത്തുന്നു അല്ലേ, ഒരാളെ മലർത്തി കിടത്തുന്നു, അതിനൊരു സഹായം വേണം. പക്ഷേ കളിക്കുന്നു, അതാളുടെ സഹായം വേണോ? ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല, ഓർത്തിരിക്കണം. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമല്ലാത്ത പദമാണ് കളിക്കുന്നു കേട്ടോ. ഉറപ്പായിട്ട് അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ദൃശ്യസ്ഥലപരമായ ബുദ്ധിയുടെ വികാസത്തിന് ഭാഷാ ക്ലാസ് നൽകാവുന്ന പ്രവർത്തനം ഏതാണ് കേട്ടോ? ദൃശ്യസ്ഥലപരമായ ബുദ്ധിയുടെ വികാസനം കേട്ടോ, ഭാഷാ ക്ലാസ് നൽകാവുന്ന പ്രവർത്തനം ഏതാണ്?
പോസ്റ്ററുകളുടെ നിർമ്മാണമാണോ, നിവേദനം തയ്യാറാക്കലാണോ, പരഞ്ചൊൽപ്പയറ്റാണോ, കവിതാലാപനമാണോ? ഏതാണ്? പോസ്റ്ററുകൾ തയ്യാറാക്കൽ കേട്ടോ, കറക്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള പെഡഗോഗിക് വയസ്സുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഒബ്വിയസ്ലി ചോദിച്ചിട്ടുണ്ട്, ചോദിച്ച ചോദ്യം തന്നെയാണ്. സോ ഇത് നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, സമയം തീരെ കുറവാണ്, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. സോ മാക്സിമം വർക്കൗട്ട് ചെയ്യുക, മാക്സിമം പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് നാളെ കാണാം. യെസ്.